കാര്യം മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് UDF-ന് കിട്ടിയിട്ടുള്ള വിജയത്തിന് ഞാനൊരിക്കലും കുറച്ച് കാണിക്കുന്നില്ല. ഞങ്ങൾ അങ്ങനത്തെ പാർട്ടീസ് അല്ല. ജീവിതത്തിൽ അവർ വിജയിച്ചു, അവർ അംഗീകരിക്കുന്നു. ഇപ്പോഴും നല്ലത് നേരെ പോകുന്നുള്ള വഴിയാണ്. പിന്നെ ഒരു കാര്യം വളരെ സന്തോഷകരമായി കാര്യമായിട്ട്, കാരണം തെരഞ്ഞെടുപ്പ് യന്ത്രങ്ങളൊക്കെ വളരെ സന്തോഷത്തിലാണ്. ഇന്നലെ DJ പാർട്ടിയൊക്കെ ആഘോഷിച്ചു തെരഞ്ഞെടുപ്പ് യന്ത്രങ്ങൾ. കാരണം ഇത്ര അവർക്ക് ദോഷമില്ലല്ലോ, കോൺഗ്രസ് ജയിച്ചതുകൊണ്ട് തെരഞ്ഞെടുപ്പ് യന്ത്രങ്ങളൊക്കെ വളരെ ഹാപ്പിയിലാണ്. കാരണം കുത്തുന്നത് മുഴുവൻ താമരക്കാണ് എന്നുള്ള ആരോപണമില്ലാത്ത ഒരു വലിയൊരു തെരഞ്ഞെടുപ്പ് ഇതിന് മാറുമല്ലോ. അപ്പോൾ അതും കൂടി ഒന്ന് കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഞങ്ങൾ BJP-യെ സംബന്ധിച്ചിടത്തോളം BJP അത് പഠിക്കും. ഒപ്പം തന്നെ വികസിത പൊളിറ്റിക്സിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കാനും ജനങ്ങളെ ചിന്തിപ്പിക്കാനുള്ള പ്രയത്നം ഇനി ഇവിടെ നിങ്ങളുടെ 105-110 ദിവസങ്ങളാണുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ ആ പ്രവർത്തനമായി മുന്നോട്ട് പോകും. ഇവർ വർഗീയ കാർഡ് കൊണ്ടുചെല്ലുമ്പോൾ ഞങ്ങൾ ഡെവലപ്മെന്റ് കാർഡ് കൊണ്ടുപോകും. ഇടതുപക്ഷം അതിനകത്ത് ഞങ്ങൾ വർഗീയവാദി എന്ന് വിളിച്ചുകൊണ്ടോ ഞങ്ങൾ അങ്ങനെയാണെന്ന് പറഞ്ഞു ഞങ്ങൾക്കൊരു പരാതിയില്ല. നിങ്ങൾ വടിവാളും വെട്ടോത്തിയും പോകുമ്പോൾ കേട്ട് നിങ്ങൾ നടന്നിട്ട് അതിനെ സെൽഫ് ഡിഫൻസ് എന്നുള്ള മനോഹരമായ പേരിട്ടൊക്കെ വിളിച്ചോ, അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ തന്നെ വിളി തുടരട്ടെ. അത് തന്നെയാണ് ഇടതുപക്ഷം ചെയ്യേണ്ടത്. എങ്കിലേ ഞങ്ങൾക്ക് ഇവിടെ വിജയിച്ച് കയറാനായിട്ട് പണി എളുപ്പമാവുള്ളൂ.